കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാം ആയിക്കോട്ടെ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പൊ ഞാൻ ഷൈൻ സ്റ്റീഫൻ. ഞാൻ ആക്ച്വലി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് OBG നിന്നുള്ള ഒരു ചെറിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അതായത് നമ്മുടെ വരാൻ പോകുന്ന DME സ്റ്റാഫ് നഴ്സ് എക്സാം, അതുകൂടാതെ തന്നെ JPHN എക്സാം, ഇതിൽ രണ്ടിലും വളരെ കോമൺ ആയിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറയുന്നത്. അതായത് ആന്റി പാർട്ടം ഹെമറേജിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും മെയിൻ ആയിട്ട് രണ്ട് ഡിസീസ് കണ്ടീഷനാണ് വരിക. ഒന്ന് പ്ലാസന്റ പ്രീവിയ, രണ്ടാമത്തേത് അബ്രപ്ഷോ പ്ലാസന്റ. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്ലാസന്റ പ്രീവിയയെ കുറിച്ച് ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അതായത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമ്മുടെ കേരള PSC DME സ്റ്റാഫ് നഴ്സ് എക്സാം ആയിക്കോട്ടെ, അതല്ല JPHN എക്സാം ആയിക്കോട്ടെ, സാധാരണ വളരെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അതായത് PSCയുടെ സ്റ്റാഫ് നഴ്സോ JPHNോ അല്ല, ഏതൊരു നഴ്സിംഗ് എക്സാം എടുത്തു കഴിഞ്ഞാലും പ്ലാസന്റ പ്രീവിയയിൽ നിന്ന് സാധാരണ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാകും. അതുകൂടാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വരാൻ പോകുന്ന JPHN എക്സാം അല്ലെ, JPHN എക്സാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, അതിൽ വളരെ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന 2-3 ഏരിയാസ് ഉണ്ടല്ലേ. അതായത് ഒന്ന് OBG. ഓക്കെ, OBGയിൽ നിന്ന് വളരെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. OBGയിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അത് കൂടാതെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ നമ്മള് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ടോപ്പിക്സിന്റെ വീഡിയോ നമ്മൾ യൂട്യൂബ് നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ OBGയിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2-3 ടോപ്പിക്സ് നമ്മൾ അതുപോലെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ JPHN കോഴ്സ് റണ്ണിങ് ആണ്, അതോടൊപ്പം തന്നെ DME സ്റ്റാഫ് നഴ്സ് കോഴ്സ് റണ്ണിങ് ആണ്. അപ്പൊ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ ഈ ഡിസ്കഷനിലേക്ക് പോകാം. എന്താണ് ഈ ആന്റി പാർട്ടം ഹെമറേജ്? ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, ആന്റി പാർട്ടം ഹെമറേജ്. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വേർഡിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അർത്ഥം കിട്ടും അല്ലെ. എന്താണ് ഈ ആന്റി പാർട്ടം? ആന്റി പോസ്റ്റ്, അങ്ങനെ 2 വേർഡ് ഉണ്ടല്ലേ. അപ്പം ഇത് അതുപോലെ പോസ്റ്റ്, ഞാൻ ആക്ച്വലി പറഞ്ഞപ്പോഴും ഓർത്തത് പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഉണ്ട്. PPH വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയോ, JPHN എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കോളൂ. അതല്ല നമ്മുടെ സ്റ്റാഫ് നഴ്സിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കോളൂ. വളരെ ഉറപ്പാണ് കേട്ടോ. അതായത് ഉറപ്പായിട്ട് ഈ ഏരിയയിൽ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യൻ, അത് സ്റ്റാഫ് നഴ്സിൽ JPHL ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കും കേട്ടോ. അപ്പം ആന്റി പാർട്ടം ഹെമറേജ് എന്താണ്? ആന്റി പാർട്ടം, ആന്റി എന്ന് പറഞ്ഞാൽ ബിഫോർ അല്ലേ, അതായത് മുന്നേ. എന്തിന്റെ മുന്നേ? പാർട്ടം. പാർട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെലിവറിക്ക് മുന്നേ അല്ലെ. അപ്പൊ ഡെലിവറിക്ക് മുന്നേ ഉണ്ടാകുന്ന ഹെമറേജോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറയുക. അപ്പൊ പോസ്റ്റ് പാർട്ടം എന്ന് പറഞ്ഞാൽ സാധാരണ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം ഹെമറേജ് എന്ന് പറയുക അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആന്റി പാർട്ടം ഹെമറേജിലെ ആന്റി പാർട്ടം ഹെമറേജ് ആണ്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ് ആന്റി പാർട്ടം ഹെമറേജ്. സോ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഫ്രം or into the genital tract after 28 weeks of pregnancy but before the birth of the baby. അതായത് എവിടെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നു? ബ്ലീഡിംഗ് ഉണ്ടാകുന്നത് ഒന്നുകിൽ ഫ്രം ദ ജെനൈറ്റൽ ട്രാക്ട്, അതായത് ജെനൈറ്റൽ ട്രാക്റ്റിൽ നിന്ന്, ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്റ്റിൽ നിന്ന് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇൻടു ദ ജെനൈറ്റൽ ട്രാക്ട്, ജെനൈറ്റൽ ട്രാക്റ്റിലേക്ക് എന്ത് സംഭവിക്കുന്നു? ബ്ലീഡിംഗ് സംഭവിക്കുന്നു. എപ്പോഴാണ്? ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ച് ഡ്യൂറേഷൻ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ആഫ്റ്റർ 28 വീക്സ് ഓഫ് പ്രഗ്നൻസി ഇമ്പോർട്ടന്റ് ആണ്. പ്രഗ്നൻസിയുടെ 28 ആഴ്ച. 28 ആഴ്ച എന്ന് പറയുമ്പോൾ എന്താണ്? 7 മാസം അല്ലെ. 7 4 21. അപ്പം 28 ആഴ്ച കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ 28 വീക്സ് ഓഫ് പ്രഗ്നൻസി ബട്ട് ബിഫോർ ദ ബർത്ത് ഓഫ് ദ ബേബി, കുഞ്ഞിന്റെ ജനനത്തിന് മുന്നേ 28 ആഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിംഗ്, അതായത് ജെനിറ്റൽ ട്രാക്റ്റിൽ നിന്നോ ജെനിറ്റൽ ട്രാക്റ്റിലേക്കോ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് നമ്മൾ ആന്റി പാർട്ടം ഹെമറേജ് എന്ന് പറയുക. സോ ഈ ആന്റി പാർട്ടം ഹെമറേജിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് അതിന്റെ ഒന്നാമതായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ? പ്ലാസെന്റൽ ബ്ലീഡിംഗ്. എന്താണ് പ്ലാസെന്റൽ ബ്ലീഡിംഗ്? പ്ലാസെന്റൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസെന്റയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലീഡിംഗ്. അതാണ് കാണുന്നില്ലേ, ഏകദേശം 70%, 70% എന്താണ്? പ്ലാസെന്റൽ ബ്ലീഡിംഗ് ആണ്. അത് തന്നെ 2 തരത്തിലുള്ളതുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമത്തേത് പ്ലാസെന്റ പ്രീവിയ, രണ്ടാമത്തേത് അബ്രപ്ഷോ പ്ലാസെന്റ കേട്ടോ. പ്ലാസെന്റ പ്രീവിയ, അബ്രപ്ഷോ പ്ലാസെന്റ, ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതില് എന്താണ്? ഇതൊന്ന്, അതായത് 70% അല്ലെങ്കിൽ ഭൂരിഭാഗവും ബ്ലീഡിംഗ് എന്താണ്?
പ്ലാസെന്റൽ ബ്ലീഡിംഗ് ആണ്, അല്ലെങ്കിൽ പ്ലാസെന്റ റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. രണ്ടാമത്തേത് 25% എന്താണ്, അൺഎക്സ്പ്ലെയിൻഡ് ബ്ലീഡിംഗ് ആണ്, ഓർ ഇൻഡിറ്റർമിനേറ്റ്, നമുക്കത് പ്രത്യേകിച്ച് റീസൺ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ്, എക്സ്ക്ലൂഡിംഗ് പ്ലാസെന്റൽ ബ്ലീഡിംഗ് ആൻഡ് ലോക്കൽ ഇഷ്യൂ. അതായത് നമ്മൾ ഇവിടെ പറയുന്ന റീസൺസ് അല്ലാതെ വേറെ രീതിയിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനാണ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ബ്ലീഡിംഗ് എന്ന് പറയുക. 25% ആണ്. പിന്നെ ഒരു 5% എക്സ്ട്രാ പ്ലാസെന്റൽ കോസസ് ആണ്, ലൈക് സെർവൈക്കൽ പോളിപ്പ്, ദെൻ CA സെർവിക്സ്, വെരിക്കോസ് വെയിൻ, ലോക്കൽ ട്രോമ. സോ ഇതൊക്കെയാണ് എന്താണ് ആന്റി പാർട്ടം ഹെമറേജിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ മെജോറിറ്റി ബ്ലീഡിംഗ് ഉണ്ടാകുക പ്ലാസെന്റ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. അതിൽ പ്ലാസെന്റ പ്രീവിയ ഉണ്ട്, രണ്ടാമത് അബ്രപ്ഷ്യോ പ്ലാസെന്റ ഉണ്ട്. സോ എന്താണ് ഈ പ്ലാസെന്റ പ്രീവിയ? പ്ലാസെന്റ പ്രീവിയ. സോ ഈ പ്രീവിയ, പ്ലാസെന്റ പ്രീവിയ എന്താണ്? പ്ലാസെന്റ ഈസ് ഇംപ്ലാന്റഡ് പാർഷ്യലി. പ്ലാസെന്റ എങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുന്നു? പ്ലാസെന്റ ഈസ് ഇംപ്ലാന്റഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി, പാർഷ്യലിയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലിയോ ഓവർ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അപ്പോ ലോവർ യൂട്രൈൻ സെഗ്മെന്റിന്റെ പുറത്ത് പാർഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടോ പ്ലാസെന്റ ഇംപ്ലാന്റ് ആകുന്നു, അല്ലെങ്കിൽ പ്ലാസെന്റ അഡ്ഹർ ആകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുന്നത്, ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അപ്പം ഓവർ ആൻഡ് അഡ്ജസന്റ് ടു ദ ഇന്റേണൽ ഓസ്, അതായത് ഒന്നുകിൽ ഇന്റേണൽ ഓസിന്റെ മുകളില് അല്ലെങ്കിൽ അഡ്ജസന്റ്, അതായത് നിയർ ടു ദ ഇന്റേണൽ ഓസ്. ഇതിനാണ് നമ്മൾ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുക. അപ്പോ എന്താണ് ഇന്റേണൽ ഓസ്? നമ്മൾ ആക്ച്വലി റെഗുലർ നമ്മുടെ അനാട്ടമി ക്ലാസ്സിൽ, അതായത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അനാട്ടമി ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണിത്? നമ്മുടെ യൂട്രസിന്റെ പാർട്സ്, അത് തന്നെ യൂട്രസിലെ ഫണ്ടസ് ഉണ്ട്, പിന്നെ ബോഡി അല്ലെങ്കിൽ കോർണു എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്, പിന്നെ സെർവിക്സ് ഉണ്ട്, പിന്നെ സെർവിക്സിൽ തന്നെ ഡിഫറെന്റ് പോർഷൻസ് ഉണ്ട് അല്ലെ. എക്ടോ സെർവിക്സ് ഉണ്ട്, എൻഡോ സെർവിക്സ് ഉണ്ട്. എൻഡോ സെർവിക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇന്നർ പാർട്ടിൽ ഇരിക്കുന്നതാണ് എൻഡോ സെർവിക്സ്. പിന്നെ നമുക്ക് കാണുന്നത് ഇത് എക്ടോ സെർവിക്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. സോ അപ്പോ ഈ എൻഡോ സെർവിക്സിന് മുകളിൽ കാണുന്ന ഈ പോർഷൻ, ഈ എന്താണ് നാരോഡ് ആയിട്ടുള്ള പോർഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഓസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇന്റേണൽ ഓസ്. ഇതാണ് ഇന്റേണൽ ഓസ്. ഇതെന്താണ്? ഇത് എക്സ്റ്റേണൽ ഓസ് ആണ്. അപ്പോ ഈ പ്ലാസെന്റ പ്രീവിയയിൽ എന്താ സംഭവിക്കുക? പ്ലാസെന്റ പ്രീവിയയില് ഈ പ്ലാസെന്റ പാർഷ്യലി ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലോവർ യൂട്രൈൻ സെഗ്മെന്റ് നമ്മൾ സംവെയർ ഇവിടെയാണ്, ലോവർ യൂട്രൈൻ സെഗ്മെന്റിൽ ഇംപ്ലാന്റ് ആകും. സോ ഇത് ഒന്നുകിൽ നമ്മുടെ ഇന്റേണൽ ഓസിലായിരിക്കും, അല്ലെങ്കിൽ അതിന് അടുത്തായിരിക്കും. ഇന്റേണൽ ഓസ് ഇതാണ്, ഒന്നുകിൽ ഇന്റേണൽ ഓസിലായിരിക്കും അല്ലെങ്കിൽ നിയർ ടു ദ ഇന്റേണൽ ഓസിലായിരിക്കും പ്ലാസെന്റ പ്രീവിയ എന്ത് ചെയ്യുക? അഡ്ഹർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, നോർമൽ ആയിട്ട് ഈ പ്ലാസെന്റ എവിടെയാണ് അഡ്ഹർ ചെയ്യുക അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ്. നോർമൽ ആയിട്ടുള്ള പ്ലാസെന്റയുടെ പൊസിഷൻ എന്ന് പറയുക ഒന്നുകിൽ അത് ഫണ്ടസ്, ഇതാണ് ഫണ്ടസ് അല്ലെ. അപ്പം യൂട്രൈൻ ഫണ്ടസിലായിരിക്കും ഒന്നുകിൽ അത് അറ്റാച്ച് ചെയ്യുക, പ്ലാസെന്റ നോർമലി അറ്റാച്ച് ചെയ്യുക. അതല്ലെങ്കിൽ അപ്പർ യൂട്രൈൻ സെഗ്മെന്റ്, അതായത് ആന്റീരിയർ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദ അപ്പർ യൂട്രൈൻ സെഗ്മെന്റ്. ഈ അപ്പർ യൂട്രൈൻ സെഗ്മെന്റിൽ എവിടെയെങ്കിലും തന്നെ ആന്റീരിയറിലോ പോസ്റ്റീരിയറിലോ അല്ലെങ്കിൽ ഫണ്ടസിലോ ആണ് സാധാരണ നോർമൽ ആയിട്ട് പ്ലാസെന്റ അറ്റാച്ച് ചെയ്തിരിക്കുക. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്ലാസെന്റ പ്രീവിയയിൽ എന്താ സംഭവിക്കുക? പ്ലാസെന്റ എന്ത് ചെയ്യുന്നു? ഇംപ്ലാന്റ് ചെയ്യുന്നു എവിടെയാണ്? പാർഷ്യലി ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓവർ ദ ലോവർ യൂട്രൈൻ സെഗ്മെന്റ്. അതിനാണ് നമ്മൾ പ്ലാസെന്റ പ്രീവിയ എന്ന് പറയുക. രണ്ടാമതായിട്ട് അതിന്റെ ഇറ്റിയോളജി, അതായത് അതിന്റെ മെക്കാനിസം വെച്ചിട്ട് ഇതിന്റെ ഇറ്റിയോളജി നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതാണ്. സോ ഒന്നാമത്തെ തിയറി എന്ന് പറയുക അതിന് ഡ്രോപ്പിംഗ് ഡൗൺ തിയറി. ഡ്രോപ്പിംഗ് ഡൗൺ തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസെന്റ താഴേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ താഴേക്ക് വലിഞ്ഞു വരുന്നു അല്ലെ. അതാണ് ഡ്രോപ്പിംഗ് ഡൗൺ തിയറി എന്ന് പറയുക. അപ്പൊ ഈ ഡ്രോപ്പിംഗ് ഡൗൺ തിയറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂട്രൈൻ സ്കാർ കേട്ടോ, യൂട്രൈൻ സ്കാർ. അപ്പം യൂട്രൈൻ സ്കാർ എങ്ങനെയാ വരുന്നത്? യൂട്രൈൻ സ്കാർ സാധാരണ വരുന്നത് പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ, അതായത് ഫസ്റ്റ് പ്രഗ്നൻസിയില് സിസേറിയൻ സെക്ഷൻ ഡെലിവറി നടന്നിരുന്നു എന്നുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? യൂട്രസിന് സ്കാർ ഉണ്ടാവും. സോ സപ്പോസ് ആ സ്കാറിന് പുറത്താണ് ഈ രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ പ്ലാസെന്റ പറ്റി പിടിച്ച് ഇരുന്നത് എങ്കിൽ അത് സ്കാറിന്റെ പുറത്തായത് കാരണം അത് നന്നായിട്ട് അഡ്ഹർ ചെയ്തിരിക്കത്തില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരിക്കത്തില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അത് പതിയെ വലിഞ്ഞ് താഴേക്ക് വരും. സോ അതിനാണ് നമ്മൾ ഡ്രോപ്പിംഗ് ഡൗൺ തിയറി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എറ്റിയോളജി എന്ന് പറഞ്ഞാല് പെർസിസ്റ്റൻസ്. ഒന്ന് ഈ യൂട്രൈൻ സ്കാർ, പിന്നെ എന്തെങ്കിലും ട്രോമ. സോ ഇത് അല്ലെങ്കിൽ മൾട്ടിപാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം പ്രാവശ്യം അമ്മ പ്രഗ്നന്റ് ആകുക, അതായത് കൂടുതൽ 3,
4 ഒക്കെ പ്രാവശ്യം അമ്മ പ്രഗ്നന്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? യൂട്രസ് നോർമൽ ആയിട്ട് തന്നെ കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ കുറച്ചൊന്ന് വികസിക്കും. അപ്പം ഈ പ്ലാസന്റ നോർമലി പോയിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് ഇരിക്കാൻ കഴിയാതെ വരും കേട്ടോ. അപ്പൊ ഇതാണ് ഈ ഡ്രോപ്പിംഗ് ഡൗൺ തിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് പെർസിസ്റ്റൻസ് ഓഫ് കോറിയോണിക് ആക്ടിവിറ്റി. എന്താണ് കോറിയോൺ എന്ന് പറയുന്നത്? അതായത് ഫീറ്റസിന്റെ ഔട്ടർ പാർട്ടാണ് ഈ കോറിയോൺ അല്ലെ. സോ ഈ കോറിയോണിന്റെ ആക്ടിവിറ്റി കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പ്ലാസന്റ താഴേക്ക് വന്ന് പറ്റിപ്പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ ലോവർ യൂട്രൈൻ സെഗ്മെന്റിലേക്ക് വന്നിരിക്കാം. അല്ലെങ്കിൽ പറയുക ഡിഫക്റ്റീവ് ഡെസിഡ്യൂവ. എന്താണ് ഡെസിഡ്യൂവ? അതായത് എല്ലാവർക്കും അറിയാം എന്താണ് ഈ എൻഡോമെട്രിയം. എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇന്നർ ലെയർ ഓഫ് ദ യൂട്രസ് അല്ലെ, യൂട്രസിന്റെ ഇന്നർ ലെയർ ആണ് ഈ എൻഡോമെട്രിയം. സോ ഈ എൻഡോമെട്രിയം ആണ് ഡെസിഡ്യൂ ആയിട്ട് ചേഞ്ച് ആകുന്നത്. എപ്പോഴാണ്? പ്രഗ്നൻസി ടൈമിൽ എൻഡോമെട്രിയം ഡെസിഡ്യൂ ആയിട്ട് ട്രാൻസ്ഫോം ആവും. അപ്പൊ ഈ ഡെസിഡ്യൂയുടെ ഫംഗ്ഷൻ എന്താണ്? ഈ കുഞ്ഞിന് ഫീറ്റസിന് വേണ്ടുന്ന ന്യൂട്രിയൻസ്, ഫീറ്റസിന് വേണ്ടുന്ന ബ്ലഡ് സപ്ലൈ ഒക്കെ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഡെസിഡ്യൂയുടെ ഫംഗ്ഷൻ ആയിട്ട് വരിക. അപ്പം ഇത് ഡിഫക്റ്റീവ് ആണെങ്കിലും ഈ പ്ലാസന്റ പ്രീവിയ അല്ലെങ്കിൽ ലോ ലൈയിങ് പ്ലാസന്റ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തേതായിട്ട് പറയുക ബിഗ് സർഫസ് ഏരിയ ഓഫ് പ്ലാസന്റ. അതായത് പ്ലാസന്റയുടെ ഏരിയ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? പ്ലാസന്റയുടെ വെയിറ്റും അതുപോലെ കൂടും. പ്ലാസന്റയുടെ വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്ലാസന്റ താഴേക്ക് വന്ന് വലിഞ്ഞു വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അതാണ് ബിഗ് സർഫസ് ഏരിയ ഓഫ് പ്ലാസന്റ. അപ്പം നെക്സ്റ്റ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ഓക്കെ, നമുക്ക് ഈ പ്ലാസന്റ പ്രീവിയുടെ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പ്ലാസന്റ പ്രീവിയ. അതാണ് മോസ്റ്റ് കോമൺ കേട്ടോ. അപ്പൊ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുക പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് പ്ലാസന്റ പ്രീവിയ. രണ്ടാമത്തേത് എന്താണ്? ഹിസ്റ്ററി ഓഫ് സിസേറിയൻ സെക്ഷൻ കേട്ടോ. സി സെക്ഷൻ എന്ന് പറഞ്ഞാല് സിസേറിയൻ സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ഈ ഡ്രോപ്പിംഗ് ഡൗൺ തിയറി ഒക്കെ ആപ്ലിക്കബിൾ ആവുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ നേരത്തെ അതായത് ആദ്യത്തെ പ്രഗ്നൻസിയില് സിസേറിയൻ സെക്ഷൻ വഴിയാണ് കുഞ്ഞു ഡെലിവറി ആയിരുന്നത് എങ്കിൽ അതും ഒരു പ്ലാസന്റ പ്രീവിയയ്ക്ക് ഉണ്ടാകാവുന്ന ഒരു റിസ്ക് ഫാക്ടർ ആണ്. അതുകൂടാതെ കോമൺ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അടുത്തത് മൾട്ടിപാരിറ്റി. ഞാൻ പറഞ്ഞു അല്ലെ, പല പ്രാവശ്യം പ്രഗ്നന്റ് ആകുമ്പോഴത്തേക്ക് യൂട്രസിന്റെ സൈസ് കൂടുന്നു, അപ്പൊ തന്നെ പ്ലാസന്റ പതിയെ താഴേക്ക് വലിഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ്. ഇൻക്രീസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറയുമ്പോഴത്തേക്ക് എൻഡോമെട്രിയത്തിനും അല്ലെങ്കിൽ യൂട്രൈനിന്റെ മയോമെട്രിയത്തിനും ഒക്കെ ഉള്ള ഈ സ്ട്രെങ്ത് കുറയുന്നു. സോ അത് കാരണം തന്നെ ഈ പ്ലാസന്റ താഴേക്ക് വലിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്മോക്കിങ്ങിൽ എന്താ സംഭവിക്കുന്നത്? സ്മോക്കിങ്ങിൽ യൂട്രസിന് അതായത് ഈ എൻഡോമെട്രിയം അല്ലെങ്കിൽ ഡെസിഡ്യൂയ്ക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നിക്കോട്ടിൻ ഒരു വാസോ കൺസ്ട്രക്ടർ ആണല്ലോ. അപ്പം ഈ യൂട്രൈൻ എൻഡോമെട്രിയത്തിലുള്ള ബ്ലഡ് വെസൽസിന് എന്ത് സംഭവിക്കുന്നു? വാസോ കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നു, നാരോയിങ് സംഭവിക്കുന്നു. അത് കാരണം എന്താണ്? പ്രോപ്പർ ആയിട്ട് നമ്മുടെ പ്ലാസന്റയ്ക്ക് ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല. സോ അതും ഈ പ്ലാസന്റ പ്രീവിയയ്ക്ക് ഉണ്ടാകുന്ന ഒരു കാരണമാണ്. ട്വിൻ പ്രഗ്നൻസിയിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ പ്ലാസന്റയുടെ വെയിറ്റ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. നോർമലി ഉണ്ടാകുന്നതിനേക്കാളും ഈ പ്ലാസന്റയുടെ വെയിറ്റ് ഡബിൾ ആവുകയാണ് ചെയ്യുന്നത്. സോ അത് കാരണം ഈ ട്വിൻ പ്രഗ്നൻസിയും നമ്മുടെ പ്ലാസന്റ പ്രീവിയയ്ക്ക് റിസ്ക് ഫാക്ടർ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കുക വിച്ച് among the following is not a risk factor of placenta previa, അല്ലെങ്കിൽ which among the following is the most common risk factor for placenta previa. അപ്പൊ സാധാരണ ഇത് തരത്തില് ഈ പ്രീവിയസ് ഹിസ്റ്ററി പ്ലാസന്റ പ്രീവിയ മിക്കവാറും ഓപ്ഷനിൽ കിട്ടത്തില്ല. അങ്ങനെയുള്ള കേസിൽ മിക്കവാറും നമുക്ക് കിട്ടുക സിസേറിയൻ സെക്ഷൻ ആണ് മോസ്റ്റ് കോമൺ കോസ് ആയിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. റിസ്ക് ഫാക്ടേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസന്റ പ്രീവിയ കേട്ടോ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാസന്റ പ്രീവിയയില് നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡോക്ടർ ബ്രൗണി ക്ലാസിഫിക്കേഷൻ കേട്ടോ. ഡോക്ടർ ബ്രൗണി ക്ലാസിഫിക്കേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതില് ഈ ഡോക്ടർ ബ്രൗണി ക്ലാസിഫിക്കേഷനിൽ ഈ പ്ലാസന്റ പ്രീവിയ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തേതാണ് ടൈപ്പ് 1 പ്ലാസന്റ പ്രീവിയ. അത് ടൈപ്പ് 1 ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ. അപ്പം ആന്റീരിയർ പോസ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസന്റ യൂട്രസിന്റെ ആന്റീരിയറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ആന്റീരിയർ പ്ലാസന്റ പ്രീവിയ എന്ന് പറയും. ഈ പ്ലാസന്റ യൂട്രസിന്റെ ബാക്കിൽ പോസ്റ്റീരിയർ സർഫസിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഡയഗ്രാം, ഇവിടുത്തെ ഡയഗ്രാം ഞാനൊന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ആക്ച്വലി നോർമലി കേട്ടോ. നോർമലി ഒരു പ്ലാസന്റ ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുക. അതായത് ഒന്നുകിൽ ഫണ്ടസിലായിരിക്കും അല്ലെങ്കിൽ സംവെയർ ഇൻ ദ അപ്പർ യൂട്രൈൻ സെഗ്മെന്റിലായിരിക്കും സാധാരണ പ്ലാസന്റ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുക കേട്ടോ. അതിനു വേണ്ടിയാണ് ഞാൻ ആക്ച്വലി അത് പറയാനാണ് ഞാൻ ഈ ഡയഗ്രാം ഇൻസേർട്ട് ചെയ്തത്. അപ്പോ ടൈപ്പ് 1 പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോവർ എഡ്ജ് ഓഫ് പ്ലാസന്റ ഈസ് വിതിൻ 2 centimeters ഫ്രം ദ ഇന്റേണൽ ഓസ് ബട്ട് അവേ ഫ്രം ദ ഇന്റേണൽ ഓസ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്റേണൽ ഓസ് എന്ന് പറയുന്നത് ഇതാണ് ഇന്റേണൽ ഓസ്.
ഇതാണ് നമ്മുടെ ഇന്റേണൽ ഓസ്. അപ്പം ഈ ടൈപ്പ് 1 എന്താ സംഭവിക്കുന്നത്? ലോവർ എഡ്ജ് ഓഫ് പ്ലാസന്റ. ഇത് പ്ലാസന്റയാണ്, ഇത് പ്ലാസന്റയാണ്. അപ്പൊ ഇതിന്റെ ലോവർ എഡ്ജ് കണ്ടേ, ഇതാണ് ലോവർ എഡ്ജ് എന്ന് പറയുക. ലോവർ എഡ്ജ് ഓഫ് പ്ലാസന്റ എന്താണ്? ഈസ് വിത്തിൻ 2 സെന്റിമീറ്റർ ഫ്രം ദ ഇന്റേണൽ ഓസ്. ഇന്റേണൽ ഓസിൽ നിന്ന് ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് കേട്ടോ. ബട്ട് അവേ ഫ്രം ദ ഇന്റേണൽ ഓസ്. പക്ഷെ ഈ 2 സെന്റിമീറ്റർ അവേ ഫ്രം ദ ഇന്റേണൽ ഓസിലായിരിക്കും ഈ ലോവർ എഡ്ജ് ഓഫ് പ്ലാസന്റയുടെ ലൊക്കേഷൻ വരിക. അതിനാണ് നമ്മൾ ടൈപ്പ് 1 പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. ഇതിന് വേറൊരു പേരുണ്ട്, ഓൾസോ. AK എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് കേട്ട് ഞെട്ടണ്ട. AK എന്ന് പറഞ്ഞാൽ ഓൾസോ നോൺ ആസ് കേട്ടോ, ഓൾസോ നോൺ ആസ് ലാറ്ററൽ ഓർ ലോ ലൈയിങ് പ്ലാസന്റ പ്രീവിയ. അപ്പോ ടൈപ്പ് 1 പ്ലാസന്റ പ്രീവിയ നമ്മൾ എന്തോ പറയും? ലാറ്ററൽ ഓർ ലോ ലൈയിങ് പ്ലാസന്റ പ്രീവിയ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടൈപ്സ് ഓഫ് പ്ലാസന്റ പ്രീവിയ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിന് എങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഇതിന്റെ കൂടെ പറഞ്ഞു പോകാം. രണ്ടാമത്തെ ഡോക്ടർ ബ്രൗണി ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തെ എന്താണ്? ടൈപ്പ് 2 പ്ലാസന്റ പ്രീവിയ ആണ്. ഇതില് ദ പ്ലാസന്റ വിൽ റീച്ച് അപ് ടു ദ ഇന്റേണൽ ഓസ്. കാണുന്നുണ്ടോ? ഡയഗ്രത്തിൽ കാണുന്നുണ്ടോ? കണ്ടോ? പ്ലാസന്റ പ്ലാസന്റ ഇന്റേണൽ ഓസ് വരെ എത്തുന്നു. ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 2 പ്ലാസന്റ പ്രീവിയയില് ഈ പ്ലാസന്റ വിൽ റീച്ച് അപ് ടു ദ ഇന്റേണൽ ഓസ് വരെ എത്തുന്നു. ഇതിന്റെ വേറൊരു പേര് എന്താണ്? ഓൾസോ നോൺ ആസ് മാർജിനൽ പ്ലാസന്റ പ്രീവിയ. ഇതിന്റെ വേറൊരു പേര് എന്താണ്? മാർജിനൽ പ്ലാസന്റ പ്രീവിയ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഈ ലോവർ സെഗ്മെന്റ് ഓഫ് പ്ലാസന്റ എന്ത് സംഭവിക്കുന്നു? ഇന്റേണൽ ഓസ് വരെ എത്തുന്നു. അപ്പം നമ്മൾ ഇന്റേണൽ ഓസിലൂടെ നോക്കുകയാണെങ്കിൽ അതൊരു മാർജിനലി ആയിരിക്കും ഈ പ്ലാസന്റ പ്രീവിയ പൊസിഷൻ ചെയ്തിരിക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടൈപ്പ് 2 പ്ലാസന്റ പ്രീവിയ മാർജിനൽ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തെ ടൈപ്പ് ആണ് ടൈപ്പ് 3. അതായത് ഡോക്ടർ ബ്രൗണി ക്ലാസിഫിക്കേഷനിലെ ടൈപ്പ് 3 പ്ലാസന്റ പ്രീവിയ. അവിടെ എന്താ സംഭവിക്കുന്നത്? ദ പ്ലാസന്റ ഈസ് പാർഷ്യലി കവേഴ്സ് ദ ഇന്റേണൽ ഓസ്. കണ്ടോ? ഇന്റേണൽ ഓസിനെ പാർഷ്യലി അത് കവർ ചെയ്തിരിക്കുന്നു. അതിനാണ് നമ്മൾ ടൈപ്പ് 3 എന്ന് പറയുക. അതിന് വേറൊരു പേരുണ്ട്, ഇൻകംപ്ലീറ്റ് പ്ലാസന്റ പ്രീവിയ. ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്പ് 3 പ്ലാസന്റ പ്രീവിയക്ക് നമ്മൾ ഇൻകംപ്ലീറ്റ് പ്ലാസന്റ പ്രീവിയ എന്നും പറയും. അടുത്തതാണ് ടൈപ്പ് 4. ഡോക്ടർ ബ്രൗണി ക്ലാസിഫിക്കേഷനിലെ ഈ ടൈപ്പ് 4 പ്ലാസന്റ പ്രീവിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്ലാസന്റ കംപ്ലീറ്റ്ലി കവേഴ്സ് ദ ഇന്റേണൽ ഓസ്. കണ്ടോ? ഇന്റേണൽ ഓസിനെ കണ്ടോ? ഫുൾ ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ് ഈ പ്ലാസന്റ. അതിനാണ് നമ്മൾ ടൈപ്പ് 4 പ്ലാസന്റ പ്രീവിയ എന്ന് പറയുക. അതിന് വേറൊരു പേരുണ്ട്, കംപ്ലീറ്റ് അല്ലെങ്കിൽ സെൻട്രൽ പ്ലാസന്റ പ്രീവിയ. അപ്പൊ ഈ വേറെ നെയിംസ് ഉണ്ടല്ലോ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. എഴുതി വെച്ച് തന്നെ പഠിക്കണം കേട്ടോ. അപ്പൊ ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4 അങ്ങനെ 4 പ്ലാസന്റ പ്രീവിയ ഉണ്ട്. 4 ടൈപ്സ് ഓഫ് പ്ലാസന്റ പ്രീവിയ ഉണ്ട്. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണ്? വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ മേജർ ഡിഗ്രി പ്ലാസന്റ പ്രീവിയ? അങ്ങനെ ചോദിക്കും കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഇവിടുന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പേര് വെച്ചിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം മൈനർ ഡിഗ്രി, ഓക്കെ, മൈനർ ഡിഗ്രി പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈപ്പ് 1 ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ നമ്മൾ പറഞ്ഞു. ടൈപ്പ് 2 ആന്റീരിയർ, അത് നമ്മൾ പറഞ്ഞു. സോ ഇത് രണ്ടും ഓക്കെ ശ്രദ്ധിച്ചിരിക്കുക. ടൈപ്പ് 1 ആന്റീരിയറും പോസ്റ്റീരിയറും, ദെൻ ടൈപ്പ് 2 ആന്റീരിയർ പ്ലാസന്റ പ്രീവിയ. ഇത്രയും മൈനർ ഡിഗ്രി കേട്ടോ, മൈനർ ഡിഗ്രി ഓഫ് പ്ലാസന്റ പ്രീവിയ ആണ്. ഇവിടെ വജൈനൽ ഡെലിവറി ക്യാൻ ബി ട്രൈഡ് കേട്ടോ. ഇവിടെ വജൈനൽ ഡെലിവറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയും ചോദിക്കാം. പ്ലാസന്റ പ്രീവിയ ഉള്ള പേഷ്യന്റിലെ ഏത് ടൈപ്പ് പ്ലാസന്റ പ്രീവിയ ആണെങ്കിലാണ് നമുക്ക് വജൈനൽ ഡെലിവറി ട്രൈ ചെയ്യാവുന്നത്. അപ്പം ടൈപ്പ് 1 രണ്ടും ആന്റീരിയർ പോസ്റ്റീരിയറും, ടൈപ്പ് 2 ആന്റീരിയറും കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മേജർ ഡിഗ്രി കേട്ടോ. മേജർ ഡിഗ്രി ഓഫ് പ്ലാസന്റ പ്രീവിയ എന്താണ്? ടൈപ്പ് 2 പോസ്റ്റീരിയർ മുതൽ താഴേക്ക്. ടൈപ്പ് 2 പോസ്റ്റീരിയർ, ടൈപ്പ് 3, ടൈപ്പ് 4 ഇത്രയും മേജർ ഡിഗ്രി പ്ലാസന്റ പ്രീവിയ ആണ്. അവിടെ നമ്മൾ ഓൾവേസ് സിസേറിയൻ സെക്ഷൻ തന്നെ ചെയ്തിരിക്കണം. അവിടെ വജിനൽ ഡെലിവറി നമ്മൾ ട്രൈ ചെയ്യാനേ പാടില്ല, സിസേറിയൻ സെക്ഷൻ തന്നെ ചെയ്തിരിക്കണം. ഇതിലാണ് മേജർ ഡിഗ്രി, അതായത് ടൈപ്പ് 2 പോസ്റ്റീരിയർ, ടൈപ്പ് 3, ടൈപ്പ് 4 ഇത്രയും എന്താണ്? മേജർ പ്ലാസന്റ പ്രീവിയ ആണ്. നെക്സ്റ്റ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് കേട്ടോ. സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റ പറയുമ്പോൾ അവിടെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വേറെയാണ് കേട്ടോ. അത് ഞാൻ അവിടെ പറഞ്ഞുതരാം. സോ ഇവിടെ ക്ലിനിക്കൽ ഫീച്ചർ എന്ന് പറയുക, ഒന്ന് വജൈനൽ ബ്ലീഡിങ്. എങ്ങനെയായിരിക്കും? സഡൻ ഓൺസെറ്റ്, പെട്ടെന്ന് പ്രത്യേകിച്ചൊരു റീസൺ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? കണ്ടമാനം ബ്ലഡ് അങ്ങ് പോകും കേട്ടോ. അതാണ് സഡൻ ഓൺസെറ്റ് വജൈനൽ ബ്ലീഡിങ്. പേഷ്യന്റിന് പെയിൻലെസ് ആണ്, പേഷ്യന്റിന് വേദന ഉണ്ടാവില്ല. അപ്പാരന്റ്ലി കോസ്ലെസ്, പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാകത്തില്ല. റെക്കറന്റ് ആയിട്ട് വജൈനൽ ബ്ലീഡിങ് ഉണ്ടാകും. പറഞ്ഞു തരാം. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റ് ഇമ്പോർട്ടന്റ് ആണ്, എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റിന് ഈ പ്ലാസന്റ പ്രീവിയയില്
പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ പ്ലാസന്റ പ്രീവിയയിൽ പേഷ്യന്റ് പെയിൻലെസ് വജൈനൽ ബ്ലീഡിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്. സാധാരണ പ്ലാസന്റ നോർമലി എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുക? അപ്പർ യൂട്രൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഫണ്ടസ് ഓഫ് ദ യൂട്രസ് അല്ലേ. സോ അവിടെ നോക്കുകയാണെങ്കിൽ അവിടുത്തെ മസിൽസ് കുറച്ചുകൂടെ തിക്കാണ്. ഒന്ന്. രണ്ടാമത്തേത് അവിടെ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കും പ്ലാസന്റ. മൂന്നാമത്തേത് അവിടുത്തെ നെർവ് ഫൈബേഴ്സ് കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എണ്ണം നെർവ് ഫൈബേഴ്സ് അപ്പർ യൂട്രൈൻ സെഗ്മെന്റ് അല്ലെങ്കിൽ ഫണ്ടസിലുണ്ട്. അതേസമയം പ്ലാസന്റ പ്രീവി എന്ന് പറഞ്ഞാൽ അത് ലോ ലൈങ് പ്ലാസന്റ ആണ്. പ്ലാസന്റ വന്നിട്ട് ലോവർ യൂട്രൈൻ സെഗ്മെന്റിലായിരിക്കും ഇംപ്ലാന്റ് ചെയ്തിരിക്കുക. അവിടെ മസിൽ തിക്കനിങ് കുറവാണ്. അടുത്തെന്താണ്? അവിടുത്തെ നെർവ് സപ്ലൈ അല്ലെങ്കിൽ റൂട്ട്സ് അവിടെ കുറവാണ്. അവിടെ ബ്ലഡ് സപ്ലൈ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ പേഷ്യന്റിന് പ്ലാസന്റ പ്രീവിയയില് ബ്ലീഡിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിന് വേദന ഉണ്ടാവില്ല. വേദന രഹിത ബ്ലീഡിങ് ആയിരിക്കും പേഷ്യന്റിന് പ്ലാസന്റ പ്രീവിയയിൽ ഉണ്ടാകുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൂടാതെ തന്നെ ബ്രൈറ്റ് റെഡ് ആയിരിക്കും കേട്ടോ. ഈ ബ്ലഡ് ബ്രൈറ്റ് റെഡ് അല്ലെങ്കിൽ ഫ്രഷ് ബ്ലീഡിങ് പോലെ നമുക്ക് തോന്നും. അതാണ് അടുത്ത ക്ലിനിക്കൽ ഫീച്ചർ. വജൈനൽ ബ്ലീഡിങ് വന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ്. സഡൻ ഓൺസെറ്റ്, പെയിൻലെസ് ആണ്, പിന്നെ ബ്രൈറ്റ് റെഡ് ആയിരിക്കും പേഷ്യന്റ് ബ്ലഡിന് കാണുക. അതുകൂടാതെ പോസിറ്റീവ് സ്റ്റാൽവർത്തി സൈൻ ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ് പോസിറ്റീവ് സ്റ്റാൽവർത്തി സൈൻ. അപ്പൊ ചോദിക്കും സ്റ്റാൽവർത്തി സൈൻ കാണുന്ന കണ്ടീഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? പ്ലാസന്റ പ്രീവിയ കേട്ടോ. പ്ലാസന്റ പ്രീവിയയിൽ എന്ത് കാണാം? പോസിറ്റീവ് സ്റ്റാൽവർത്തി സൈൻ കേട്ടോ. അപ്പൊ എന്താണ് ഈ സ്റ്റാൽവർത്തി സൈൻ എന്ന് പറയുക? സോ സീൻ ഇൻ പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയ കേട്ടോ. അതായത് പോസ്റ്റീരിയർ പ്ലാസന്റ പ്രീവിയയിലായിരിക്കും ഈ സ്റ്റാൽവർത്തി സൈൻ കാണുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്ലോയിങ് ഓഫ് ദ FHR. FHR എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീറ്റൽ ഹാർട്ട് റേറ്റ് അല്ലേ. അതായത് കുഞ്ഞിന്റെ ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഹാർട്ട് റേറ്റ് നമ്മൾ കേൾക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫീറ്റൽ ഹാർട്ട് റേറ്റ്. അപ്പം സ്ലോയിങ് ഓഫ് fetal heart rate on pressing the head down into the pelvis. അതായത് അമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഫീറ്റസിന്റെ ഹെഡ് താഴേക്ക് പെൽവിസിലേക്ക് ഒന്ന് പ്രസ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ FHR സ്ലോ ചെയ്യും. സോ അതിനെയാണ് നമ്മൾ സ്റ്റാൽവർത്തി സൈൻ എന്ന് പറയുക. അതിന്റെ കാരണം എന്താണ്? ഇവിടെ പ്ലാസന്റ താഴേക്ക് വന്നിരിക്കുക അല്ലേ. അതായത് ഇന്റേണൽ ഓസിനടുത്ത് അല്ലെങ്കിൽ ഇന്റേണൽ ഓസിനെ കവർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ താഴേക്ക് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുഞ്ഞിനെ അല്ലെങ്കിൽ പ്ലാസന്റൽ ബ്ലഡ് ട്രാൻസ്പോർട്ടിനെ തന്നെ അത് ബാധിക്കും. സോ അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഫീറ്റൽ ഹാർട്ട് റേറ്റ്, പ്ലാസന്റൽ സർക്കുലേഷൻ കുറയുന്നത് കാരണം ഈ കുഞ്ഞിന്റെ അല്ലെങ്കിൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് സ്ലോ ആകും. നമ്മൾ താഴേക്ക് ഈ മെറ്റേണൽ പെൽവിസിലേക്ക് ഫീറ്റസിന്റെ ഹെഡ് പ്രസ് ചെയ്യുമ്പോൾ ഇതാ സംഭവിക്കുന്നത്. അതായത് മെറ്റേണൽ അല്ലെങ്കിൽ പ്ലാസന്റൽ സർക്കുലേഷൻ കുറഞ്ഞിട്ട് കുഞ്ഞിന്റെ FHR ഫീറ്റൽ ഹാർട്ട് റേറ്റ് സ്ലോ ആകും. സോ അതിനാണ് നമ്മൾ സ്റ്റാൽവർത്തി സൈൻ എന്ന് പറയുക. സ്റ്റാൽവർത്തി സൈൻ പ്ലാസന്റ പ്രീവിയയിൽ കാണുന്ന സൈൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഓഫ് പ്ലാസന്റ പ്രീവിയ. പ്ലാസന്റ പ്രീവിയയില് ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന് LBW. എന്താണ് LBW? ലോ ബർത്ത് വെയിറ്റ്. അതായത് പ്ലാസന്റ ലോവർ യൂട്രൈൻ സെഗ്മെന്റിലായിരിക്കും ഇരിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കലി കുഞ്ഞിന് കിട്ടുന്ന ഫീറ്റസിന് കിട്ടുന്ന ബ്ലഡ് സപ്ലൈ കുറവായിരിക്കും. സോ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ തന്നെ എന്താണ്? ന്യൂട്രിയൻസും ഓക്സിജനും, അതായത് കുഞ്ഞിന് ഫീറ്റസിന് കിട്ടേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ നമ്മുടെ പ്ലാസന്റ വഴിയാണ് കിട്ടുക അല്ലേ. സോ ഇവിടെ പ്ലാസന്റയിൽ കൂടെ പോകുന്ന ബ്ലഡിന്റെ അളവ് തന്നെ കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസും ഓക്സിജനും കുഞ്ഞിന് കിട്ടാതെ കുഞ്ഞിന് ലോ ബർത്ത് വെയിറ്റ്, കുഞ്ഞിന്റെ ബർത്ത് വെയിറ്റ് കുറവായിരിക്കും. അസ്ഫിക്സിയ. എന്താണ്? ഓക്സിജൻ കോൺസെൻട്രേഷൻ, കുഞ്ഞിന് കിട്ടുന്ന ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. പിന്നെ IUD. എന്താണ്? ഇൻട്രാ യൂട്രൈൻ ഡെത്ത്. വേറൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇൻട്രാ യൂട്രൈൻ ഡെത്ത്, അതായത് യൂട്രസിൽ വെച്ച് തന്നെ കുഞ്ഞിന്റെ മരണം സംഭവിക്കും. കൂടാതെ പലതരത്തിലുള്ള ബർത്ത് ഇഞ്ചുറീസ് ഉണ്ടാകും. പിന്നെ കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാകും. കുഞ്ഞിന് ഓക്സിജൻ പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ഉണ്ടാകും. പിന്നെ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മോർബിഡിറ്റി ആൻഡ് മോർട്ടാലിറ്റി. എന്താണ്? കുഞ്ഞിനും അമ്മയ്ക്കും എന്ത് സംഭവിക്കുന്നു? മോർബിഡിറ്റി എന്ന് പറഞ്ഞാല് ബർത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. അതുകൂടാതെ മോർട്ടാലിറ്റി, അമ്മയുടെയും കുഞ്ഞിന്റെയും മരണത്തിന് തന്നെ കാരണം ആയേക്കാം. ദെൻ ഫീറ്റൽ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ കേട്ടോ. അതായത് ബ്ലഡ് സപ്ലൈ പ്രോപ്പർ ആയിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഈ ഫീറ്റസിന്റെ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആയി പോകും അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ആയി പോകും. ഇതൊക്കെയാണ് ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ഓഫ് പ്ലാസന്റ പ്രീവിയ. നെക്സ്റ്റ് എന്താണ്? മാനേജ്മെന്റ് ആണ്. വളരെ
വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാം. സോ മാനേജ്മെന്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഫ്ലൈയിങ് സ്ക്വാഡ് സർവീസ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലൈയിങ് സ്ക്വാഡ് സർവീസ് കേട്ടോ, ചോദിക്കാം. ഫ്ലൈയിങ് സ്ക്വാഡ് സർവീസ് ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കാം. പ്ലാസന്റ പ്രീവിയയുടെ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഫ്ലൈയിങ് സ്ക്വാഡ് സർവീസ് ഈസ് മെയ്ഡ് അവൈലബിൾ ഫോർ ഷിഫ്റ്റിംഗ് ദ പേഷ്യൻസ് ടു ദ ഹോസ്പിറ്റൽ. പേഷ്യൻസിന് പ്ലാസന്റ പ്രീവിയ ഉള്ള പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സർവീസ് ആണ് ഈ ഫ്ലൈയിങ് സ്ക്വാഡ് സർവീസ് കേട്ടോ, ഫ്ലൈയിങ് സ്ക്വാഡ് സർവീസ്. ഇവിടെ എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് അഡ്വക്കേറ്റഡ് ബൈ മക്കാഫി ആൻഡ് ജോൺസൺ കേട്ടോ. അപ്പം എന്താണ് ഈ എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് എന്ന് പറയുക? എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്റ്റീവായിട്ട് പ്രത്യേകിച്ച് ഇന്റർവെൻഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ഒന്ന് വാച്ച് ആൻഡ് വെയിറ്റ് ആണ്. പിന്നെന്താണ്, കുഞ്ഞിന്റെ അല്ലെങ്കിൽ കുഞ്ഞിന്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് ഹാനികരമാകാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. സോ അതിനാണ് നമ്മൾ എക്സ്പെക്ടന്റ് മാനേജ്മെന്റ് എന്ന് പറയുക. സോ ഇത് അഡ്വക്കേറ്റ് ചെയ്തതാണ് മക്കാഫിയും ജോൺസൺ ആണ്. സോ അതിന്റെ ഈ റെജിമെന്റ് നമ്മൾ പറയുന്നതാണ് മക്കാഫി ആൻഡ് ജോൺസൺ റെജിമെന്റ്. ചോദിക്കാം, മക്കാഫി ആൻഡ് ജോൺസൺ റെജിമെന്റ് ഈസ് റിലേറ്റഡ് ടു വിച്ച് ഡിസീസ് കണ്ടീഷൻ? പ്ലാസന്റ പ്രീവിയ. ഇവിടെ ഓൾവേസ് നമ്മൾ പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യണം കേട്ടോ, പേഷ്യന്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. രണ്ടാമത്തേത് അറേഞ്ച് ഫോർ ബ്ലഡ്, നമ്മളെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ബ്ലഡ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക. പിന്നെ RH നെഗറ്റീവ് ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ANT-D ഇഞ്ചക്ഷൻ അറേഞ്ച് ചെയ്യുക. അതിന്റെ ഡോസ് എത്രയാണ്? 300 മൈക്രോഗ്രാം. അപ്പം എന്താണ് ANT-D ഇഞ്ചക്ഷൻ? RH ഇൻകോമ്പാറ്റിബിലിറ്റി ഉണ്ടാകാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ANT-D ഇഞ്ചക്ഷൻ, അത് അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുക. എന്തിനാണ്? ടു അറ്റൈൻ ലങ് മെച്യൂരിറ്റി. സാധാരണ എപ്പോഴാണ് കുഞ്ഞിന് ലങ് മെച്യൂരിറ്റി ഉണ്ടാകുക? 32 to 34 വീക്സിൽ 32 to 34 വീക്സിലാണ് കുഞ്ഞിന് ഫീറ്റസിന് ലങ് മെച്യൂരിറ്റി ഉണ്ടാവുക. സോ അതുകൊണ്ട് നമ്മൾ ഇത് എന്താണ്, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ആ സമയം കൊണ്ട് എന്താണ്, അല്ല അതിന് മുന്നേ നമുക്ക് മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കോർട്ടിക്കോസ്റ്റിറോയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യാം. അതുകൂടാതെ ടോക്കോലൈറ്റിസ്. എന്താണ് ടോക്കോലൈറ്റിസ്? ടോക്കോലൈറ്റിസ് എന്ന് വെച്ചാൽ യൂട്രൈൻ കൺട്രാക്ഷനെ കുറയ്ക്കുന്ന ഡ്രഗ്, അല്ലെങ്കിൽ യൂട്രൈൻ കൺട്രാക്ഷന്റെ ഫോഴ്സ് കുറയ്ക്കുന്ന ഡ്രഗ് ആണ്. സോ പേഷ്യന്റിന് യൂട്രൈൻ കൺട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ടോക്കോലൈറ്റിസ് കൊടുക്കണം. എന്തിനാ കൊടുക്കുന്നത്? പ്രീമച്വർ ഡെലിവറി പ്രിവെന്റ് ചെയ്യാൻ അല്ലെ. അതായത് 37 ആഴ്ചയ്ക്ക് മുന്നുള്ള ഡെലിവറി നമ്മൾ പ്രീമച്വർ ഡെലിവറി എന്ന് പറയും. പ്രത്യേകിച്ച് ഈ 32 ആഴ്ചയിലും അതിന് മുന്നേ ഒക്കെ കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ ലങ് മെച്യൂരിറ്റി അതിന് ഉണ്ടാവില്ല. അപ്പൊ എന്ത് സംഭവിക്കും? കുഞ്ഞ് ഡെത്ത് ആകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ടോക്കോലൈറ്റിസ് കൊടുക്കുക. ബെസ്റ്റ് ഡ്രഗ് ഏതാണ്? കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആയ നിഫിഡിപ്പിൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടോക്കോലൈറ്റിക് ഓഫ് ചോയ്സ് ഇൻ പ്ലാസന്റ പ്രീവിയ എന്താണ്? നിഫിഡിപ്പിൻ. ഇമ്പോർട്ടന്റ് ആണ്. സോ നിഫിഡിപ്പിൻ നമുക്ക് കൊടുക്കാം. അതുകൂടാതെ രണ്ടാമത്തെ മാനേജ്മെന്റ് ആണ് ആക്റ്റീവ് മാനേജ്മെന്റ്. എന്താണ് ആക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറയുക? നമ്മൾ ആക്റ്റീവ് ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്റർവെൻഷൻസ് പേഷ്യൻസിൽ ചെയ്യുന്നു. സോ അതിന്റെ ഇൻഡിക്കേഷൻസ് എന്താണ്? എല്ലാ കേസിലും നമ്മൾ ആക്റ്റീവ് മാനേജ്മെന്റ് ചെയ്യില്ല. ഇഫ് ദ മദേഴ്സ് ലൈഫ് ഈസ് അറ്റ് റിസ്ക് കേട്ടോ, അമ്മയുടെ ജീവന് അപകടം ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഹീമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ പേഷ്യന്റ്, അമ്മയുടെ വൈറ്റൽ സയൻസ് അൺസ്റ്റേബിൾ ആണ്, കണ്ടിന്യൂസ് ബ്ലീഡിങ് അമ്മയ്ക്കുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഏജ് മോർ ദാൻ ഓർ ഈക്വൽ ടു 37 വീക്സ് 37 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ള ജസ്റ്റേഷണൽ ഏജ്, പിന്നെ അല്ലെങ്കിൽ ഫീറ്റൽ ഡിസ്ട്രസിന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ USGയിലെ അൾട്രാസോണോഗ്രഫിയിൽ കൺജനൈറ്റൽ അനോമലി ഉണ്ട്. അതെന്താണ്? കുഞ്ഞിന്റെ ലൈഫിനെ, ജീവനെ തന്നെ ബാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ആക്റ്റീവ് മാനേജ്മെന്റ് ചെയ്യുക. ആക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യുക. അതിനാണ് നമ്മൾ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് സാധാരണ ഏതൊക്കെ കേസിലാണ് നമ്മൾ നോർമൽ വെജൈനൽ ഡെലിവറി നമ്മൾ ചെയ്യുക? ടൈപ്പ് 1 ആന്റീരിയർ പോസ്റ്റീരിയർ, ടൈപ്പ് 2 ആന്റീരിയർ. ഇതാണെങ്കിൽ നമ്മൾ വെജൈനൽ ഡെലിവറി ട്രൈ ചെയ്യും. ബാക്കി എല്ലാ കേസിലും നമ്മൾ എന്താ ചെയ്യുക? സിസേറിയൻ സെക്ഷൻ ചെയ്യുക അല്ലേ. സോ ഇതാണ് നമ്മുടെ പ്ലാസന്റ പ്രീവിയ. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ കണ്ടു, കോസ് കണ്ടു, റിസ്ക് ഫാക്ടേഴ്സ് കണ്ടു, ക്ലാസിഫിക്കേഷൻ കണ്ടു, പിന്നെ അതിന്റെ സിംറ്റംസ് കണ്ടു, സ്റ്റാൽവെർട്ടിസൈൻ കണ്ടു, പിന്നെ അതിന്റെ മാനേജ്മെന്റ് കണ്ടു. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പം എന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. വളരെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പ്ലാസന്റ പ്രീവിയ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം നമ്മൾ ആന്റിയോ പാർട്ടം ഹെമറേജിലെ പ്ലാസന്റ പ്രീവിയ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വേറൊരു സെഷനായിട്ട് നമ്മൾ അബ്രപ്ഷോ പ്ലാസന്റ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി JPHN എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിലും ചോദിക്കും, സ്റ്റാഫ് നഴ്സ് എക്സാമിനും ചോദിക്കും, പക്ഷേ JPHN ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കും. അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ JPHN സ്റ്റാഫ് നഴ്സിന്റെയും അഡ്മിഷൻ നടക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.